ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക. 47 വിഭജനം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ മതേതരായിട്ട് നിന്നത്? അല്ലേ, അവര് സാവർക്കർ പഠിച്ച പണി 18 നോക്കിയാണ്. കാരണം വളരെ എളുപ്പമാണ്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി, ബാക്കി ഹിന്ദു രാഷ്ട്രം അല്ലേ. ഇവിടെ ശ്രീധരൻപിള്ള സുവർണാവസരം എന്ന് പറയുന്നത് കണ്ടില്ലേ? അതിൻ്റെ ഇരട്ടി 100 സുവർണാവസരമാണ്. മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടായി, ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ടോക്കൺ ചെലവാകുന്ന ഏറ്റവും എളുപ്പ സന്ദർഭമായിരുന്നു. എന്തുകൊണ്ട് അത് നടന്നില്ല? രണ്ട് ഉത്തരവുള്ളൂ. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ പ്രധാന നേതാക്കളും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഈ അംബേദ്കറെ പോലെ ഒറ്റയാന്മാരായിക്കൊള്ളട്ടെ, എല്ലാവരും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിന്നു. പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ പോയില്ല. അത് വലിയ പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ്. ഈ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം തെളിയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ മുൻ തലമുറയാണ് രാജ്യസ്നേഹം തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു കൂട്ടർ. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ. അവരുടെ മക്കളോടാണ് ഈ രാജ്യസ്നേഹം ചോദിക്കുന്നത്. അല്ലേ? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ കാവലാളായിട്ട് ചമയുന്ന ആളുകൾ. ഇവര് സ്വാതന്ത്ര്യ സമരത്തിന്റെ അയൽവക്കത്തൂടെ പോയിട്ടില്ല. ഹെഡ്ഗേവാർ പറഞ്ഞത്, RSSന്റെ ഹെഡ്ഗേവാർ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്തു കൂടെ പോവാത്ത മനുഷ്യര്, ഒരു ചോയ്സ് എടുത്ത മനുഷ്യരുടെ പിൻതലമുറയോട് രാജ്യസ്നേഹം ചോദിക്കുന്നു.